ഇന്നൊരു ഞായറാഴ്ചയാണേ. അപ്പോൾ തക്കുടും ചേട്ടായി ഇതാ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. സാധാരണ ഞാനും പോകാറുള്ളതാണ്, പക്ഷെ ഇന്ന് ഞാൻ പോയില്ല കേട്ടോ. ഇന്നിപ്പോൾ അവർ രണ്ടും മാത്രമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവർ രണ്ടും കൂടെ ഇതാ പള്ളിയിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണേ. ഞാൻ എല്ലാ ഞായറാഴ്ച ഇതുപോലെ അവൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ സമയത്ത് ധൃതി പിടിച്ച് അതിന് ചെയ്യേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ചെയ്യാൻ പോകുമ്പോൾ ഒത്തിരി സമയം പോകത്തില്ലേ. അപ്പോൾ ഞാൻ എല്ലാ സൺഡേസിലും അവന് 3 സെറ്റ് യൂണിഫോം ഉണ്ട്. അപ്പോൾ അത് 3 ഞാൻ ഇങ്ങനെ ഞായറാഴ്ച തന്നെ അയൺ ചെയ്തെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോയിട്ട് വരുന്നതിന് മുമ്പ് അത്യാവശ്യം പണികളൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ വീടൊക്കെ ഒന്ന് തൂത്ത് വാരിയിടുകയാണേ. ചേട്ടായി 10 മണി 10:30 ആകുമ്പോഴേക്കും വരും. പക്ഷേ അവൻ വരുമ്പോൾ ഉച്ചയാവും. സൺഡേ സ്കൂളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉച്ചയാവും കേട്ടോ. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് കുറച്ച് പണികളൊക്കെ അങ്ങ് തീർത്ത് വെക്കാമെന്ന് കരുതി ആദ്യം വീടൊക്കെ തൂത്ത് വാരിയിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ മുറ്റടിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണേ. മുറ്റടിക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. 2 വഴിയുണ്ട് ഞങ്ങൾക്ക്, ഫ്രണ്ടിലും സൈഡിലും ആയിട്ട് 2 വഴിയുണ്ട്. പിന്നെ കുറേ മുറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാടുണ്ട്. ഞാൻ ഫുള്ളൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ മുറ്റമെല്ലാം അടിച്ച് വാരി. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും ഫുൾ ടയേർഡായി. പിന്നെ ഞാൻ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പള്ളിയിൽ കഴിയുമ്പോൾ കഞ്ഞിയുണ്ട്, കഞ്ഞി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ചേട്ടായി അവിടെ നിന്ന് കഞ്ഞി കുടിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പോൾ കൊച്ചും കഞ്ഞി കുടിച്ചിട്ട് അവിടെ സൺഡേ സ്കൂളിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേന് പ്രത്യേകിച്ച് എന്നോടൊന്നും കുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളത് കാരണം പുറത്തേക്കൊന്ന് പോവാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. പൊതുവെ ഞങ്ങൾക്ക് ഉച്ച സമയത്ത് വെജിറ്റേറിയൻ മീൽസ് എന്തെങ്കിലും കഴിക്കാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണേ. അപ്പം ഞങ്ങൾ പോയത് ഗോകുൽ ഊട്ടുപുരയിലേക്കാണ് കേട്ടോ. പാടിവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ NH ബൈപ്പാസിലിരിക്കുന്ന ഗോകുൽ ഊട്ടുപുര. എറണാകുളത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. അപ്പം അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനും ചേട്ടായിയും മീൽസാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾക്ക് മീൽസാണ് പൊതുവേ താല്പര്യം. അതുകൊണ്ട് ഞങ്ങളതാണ് കേട്ടോ കഴിച്ചത്. തക്കുടുവിന് പിന്നെ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവന് പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ രാത്രിക്കത്തേന് ഡിന്നറിനായിട്ട് ഞാൻ കുറച്ച് എല്ലും കപ്പയും കൂടെ പുഴുങ്ങാനായിട്ട് കുറച്ച് എല്ല് തലേദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കപ്പ കഴുകി വൃത്തിയാക്കി അതും വേവിക്കാൻ വെച്ചു. പിന്നെ ഇത് മിക്സ് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യത്തില്ല കേട്ടോ. കപ്പയും ഇങ്ങനെ രണ്ടും കൂടി ഒന്ന് ഒന്നിച്ചാക്കി അവിടെ വെക്കത്തുള്ളൂ. പിന്നെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ മിക്സ് ചെയ്യത്തുള്ളൂ. അങ്ങനെ അടച്ചവിടെ വെക്കത്തുള്ളൂ. അപ്പോൾ കപ്പ വേവിച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് മാറ്റിയിട്ട് ആ കലത്തിൽ തന്നെ ഞാൻ എല്ലൊന്ന് ജസ്റ്റ് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. കാരണം എല്ല് തലേദിവസം ഞാൻ വേവിച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കപ്പ ഇട്ടിട്ട് അവിടെ അടച്ച് വെക്കും. അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ അതാ ഞാൻ 2 തേക്കിൻ്റെ ഇലയൊക്കെ കഴുകി എടുക്കുന്നുണ്ട് കപ്പ കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് പ്ലേറ്റ് കഴുകണ്ടല്ലോ. പിന്നെ ഇതാ ഒരു കട്ടൻ ചായ. പിന്നെ കഴിക്കാറായപ്പോഴേക്കും ഞാനൊരു കട്ടൻ ചായയൊക്കെ വെച്ചു. കട്ടൻ ചായയും കപ്പ പുഴുക്കും കൂടി എല്ലും കപ്പയും കൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ. ഞാൻ ചായ വെച്ച സമയം കൊണ്ട് ചേട്ടായി ഇതാ കപ്പ നന്നായിട്ട് ഇളക്കി ഉടച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടായി നന്നായിട്ട് ഇളക്കി തരും കേട്ടോ കപ്പയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചേട്ടായിനെ കൊണ്ടാണ് ഞാൻ ചെയ്യിച്ചത്. അത് കഴിഞ്ഞിതാ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എല്ലും കപ്പയൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നിറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.